കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വാൾ എഴുന്നള്ളത്തിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയായി. ഞാനിപ്പോൾ ഉള്ളത് മുതിരേരി ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ 28-ാം തീയതിയാണ് ഇവിടെ നിന്ന് വാൾ എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. ഏതായാലും സുരേന്ദ്രൻ തിരുമേനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തിരുമേനി, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചടങ്ങുകളൊക്കെ? ഞാൻ മുതിരേരി മേൽശാന്തി സുരേന്ദ്രൻ നമ്പൂതിരി. ചടങ്ങുകൾ എന്ന് വെച്ചാൽ ഇന്നലെ മെയ് 22 മുതൽ ഇന്നുള്ള ചടങ്ങുകൾ തുടങ്ങുകയായി. ഇന്നലെ ഇടവത്തിലെ ആയില്യം നാളിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തൽ, അതിന് വൈകുന്നേരം ശുദ്ധികർമ്മങ്ങൾ, കൊട്ടിയൂരെ തന്ത്രിവര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ശുദ്ധികർമ്മങ്ങൾ ഇന്നലെ വൈകുന്നേരം നടക്കുകയുണ്ടായി. ഇന്ന് പ്രതിഷ്ഠാ ദിനം. അതുപോലെ തന്നെ കൊട്ടിയൂരെ തന്ത്രിവര്യന്മാരായ കോഴിക്കോട്ടി നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ നന്ദ്യാർവള്ളി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ന് രാവിലെ അഭിഷേകം, മല്ലനേദ്യം, ഗണപതി ഹോമം, മൃത്യുഞ്ജോമം, സുഹൃതഹോമം, 25 കലശം, ശ്രീരുദ്രധാര എന്നിവ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഈ പൂജകൾ സമാപിക്കുന്നതോടുകൂടി അന്നദാനം, നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ന് ഇവിടെ അനേകം ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 3 നേരം അന്നദാനമുണ്ട്. 28-നാണ് ഇവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് വാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. അന്ന് രാവിലെ വാൾ എഴുന്നള്ളിക്കുന്ന നമ്പൂതിരി പിന്നെ രാവിലെ വാളറ തുറന്ന് ഒരു 3:30-4 മണിയോടുകൂടി ആ വാള് കുളത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തെടപ്പള്ളിയിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് പഴം, അതുപോലെ തന്നെ ശർക്കര, അതുപോലെ തന്നെ തേങ്ങ എല്ലാം കൊണ്ട് ഉടച്ച് ആ വാൾ നേദ്യം കഴിച്ച് ആ നേദ്യം ബിംബത്തോട് ചായി വെക്കുകയും അന്ന് ബിംബത്തിനും വാളിനും കൂടി പ്രത്യേക പൂജ, ഉച്ചക്ക് പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം, അതിന് പ്രത്യേക വിശേഷാൽ പൂജകൾ, അതുപോലെ തന്നെ പിന്നെ ഏകദേശം ഒരു 4-4:15 കൊട്ടിയൂർ ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം ആ വാളും എടുത്ത് കൊട്ടിയൂരിലെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. അതുപോലെ ഏകദേശം സന്ധ്യയോടുകൂടി ഒരു 6-6:45 ഈ വാള് കൊട്ടിയൂരിലെത്തുകയും അവിടെ ചോദ്യവിളക്ക് തെളിയുന്നതോടുകൂടി കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകുകയും ചെയ്യുന്നു. തിരുമേനി, ഏതായാലും ഈ വരും തലമുറയ്ക്ക് ഏതായാലും ഈ വാളിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് അറിയാത്തതുണ്ട്. അതുകൊണ്ട് ഈ വാളിന്റെ എങ്ങനെ ഇവിടെ എത്തി ഒന്ന് വിശദീകരിക്കാം. ദക്ഷയാഗ സമയത്ത് പിന്നെ ദക്ഷന്റെ തലയറുത്ത വാൾ ചുഴറ്റിയെറിഞ്ഞ് ഈ മുതിരേരി ഭാഗത്തുള്ള ഒരു വയലിൽ വന്ന് വീഴുകയും അവിടെ ഈ കാലി പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആദിവാസി ഈ വാൾ കണ്ടെത്തുകയും ആ വാള് ഇവിടെ പിന്നെ വെച്ചാൽ അത് ഒരു ഇതായിട്ട് വാള് എഴുന്നള്ളിച്ച് ആ വാള് രുദ്രം, അങ്ങനെയാണ് മുതിരേരി എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത്. മുതിരേരി രുദ്രം വന്ന്, രുദ്രം എന്ന് വെച്ചാൽ ചോര, ആ വാള് ഇവിടെ പിന്നെ ഒരു ശില ഇതയായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഏതായാലും ആ വാൾ സൂക്ഷിക്കുന്ന വാളറ കൂടിയാണ്. അല്ല, അന്ന് മുതൽ ഈ ഇവിടെ തന്നെയാണ്, ഈ വളറിൽ തന്നെയാണ് വാൾ സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് പിന്നെ ഒരു കെട്ടുറപ്പില്ലാത്തൊരു വളറയായിരുന്നു. ഇപ്പോൾ അത് പിന്നെ വാർപ്പിൻ്റെതാക്കി, പിന്നെ 2-3 ഒരു അഴിക്കൂടാക്കി, അതുപോലെ തന്നെ അറയോടുകൂടി തന്നെ ഇപ്പം അത് ഇവിടെ പിന്നെ വാളെന്ന് വെച്ചാൽ ഇടവത്തിലെ മിഥുനത്തിലെ ചിത്രക്കാന്ന് അവിടെ കലശാട്ടോടുകൂടി വാളോടെ തിരിച്ചെഴുന്നള്ളിക്കുകയും വിശാഖം നാളിൽ ചിത്ര ചോദിക്കൊന്നുമില്ല. പിന്നെ വിശാഖം നാളിൽ 2ാമത് പൂജ തുടങ്ങി വാളിനും ദേവനെല്ലാം കൂടി പിന്നെ നവകാഭിഷേകം കഴിഞ്ഞ ഉച്ചയോടുകൂടി ഈ വാള് അകത്തേക്ക് കൂട്ടിയാൽ പിന്നെ അടുത്ത കൊല്ലം ഇടവത്തിലെ ചോദ്യനാളിലെ ഈ വാളറ തുറന്ന് വാള് പുറത്തേക്ക് എടുക്കുകയുള്ളൂ. സുരേന്ദ്ര തിരുമേനിയാണ് നമ്മളെ വിശദീകരിച്ചത്. ഈ വാളറിയിലാണ് ഇപ്പോൾ ഈ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. വാൾ കൊട്ടിയൂർ എത്തുന്നതോടെ ആയിരിക്കും ഉത്സവത്തിന് തുടക്കം കുറിക്കുക. ഏതായാലും ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് മുതിരേരി ക്ഷേത്രവും പരിസരമൊക്കെയും.